ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ചെറിയ ഒരു ട്യൂട്ടോറിയലായിട്ട് വന്നിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്യൂട്ടോറിയലാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ 360 ഡിഗ്രിയിൽ ഇമേജസൊക്കെ റെൻഡർ ചെയ്തതിന് ശേഷം അതിനെ എങ്ങനെ ഒരു വിർച്വൽ ടൂറായി സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ടുള്ളൊരു ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഞാനൊരു ചെറിയൊരു റൂം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ആ ഒരു വ്യൂ 360 ഡിഗ്രിയിൽ പനോരമ വ്യൂ ആയിട്ട് നമുക്കൊന്ന് റെൻഡർ ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ വാൻറ്റേജിലാണ് ഇത് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു ലൈവ് ലിങ്ക് ഓപ്പൺ ചെയ്യാണ് വാൻറ്റേജിൻ്റെ. ഓക്കെ, അപ്പോൾ വാൻറ്റേജിൻ്റെ ലൈവ് ലിങ്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് വന്നിട്ടുണ്ട്. ഇവിടെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു എൻ്റെ വാൻറ്റേജ് ഫയൽ ഒന്ന് ലോഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വാൻറ്റേജിൽ നമ്മുടെ ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 360 ഡിഗ്രിയിൽ റെൻഡർ ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫയൽ കേട്ടോ. അതിനെ 360 ഇമേജ് ആയിട്ട് റെൻഡർ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, ഞാൻ വീണ്ടും 3D മാക്സിലോട്ട് പോവാണ്. അതിൽ നിന്ന് ലൈവ് ലിങ്ക് വഴിയാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്യാമറ വഴിയിൽ പോയിട്ട് ഇനി നമുക്ക് വാൻറ്റേജിൽ റെൻഡർ കൊടുക്കാം. അവിടെ റെൻഡറിങ് എന്ന ഓപ്ഷനിൽ പോയിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഇങ്ങനെ വാൻറ്റേജിൽ നമുക്ക് 360 റെൻഡർ ചെയ്യാം. അപ്പോൾ നമ്മളൊരു ക്യാമറ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്യാമറാസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എവിടെയൊക്കെ നമുക്ക് 360 വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിവിടെ ഒരു ക്യാമറ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഫിസിക്കൽ ക്യാമറയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ പ്രത്യേകിച്ച് സെറ്റിങ്സ് ഒന്നും ചേഞ്ച് ആക്കിയിട്ടില്ല. ജസ്റ്റ് ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. അത് ഏകദേശം മിഡിലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ റൂമിൻ്റെ. ഇപ്പോൾ ഇവിടെ ഒരു TV യൂണിറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും ഈ ബെഡിൻ്റെ നടുക്കായിട്ട് ഞാനൊരു ക്യാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മളിപ്പോഴും വെക്കുമ്പോൾ റൂമിൻ്റെ നടുക്കൊക്കെ ആയിട്ട് വെക്കുക. അല്ലെങ്കിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ 360 ഈ ഒരു ക്യാമറ വ്യൂ ഇപ്പോൾ ഇവിടെ അടുത്താണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു 360 ക്യാമറ വെച്ചു. അങ്ങനെ ഇത് റൊട്ടേറ്റ് ചെയ്ത് കാണുമ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ ഈ ഒരു വാൾ ഉണ്ടല്ലോ, അത് നമ്മുടെ ക്യാമിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് വരും. മനസ്സിലായില്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് സെൻറ്ററാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ക്യാമറ വെച്ചിട്ടുണ്ട്. അതൊരു വിൻഡോ ഭാഗം ആയതുകൊണ്ടാണ് അങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വിൻഡോൻ്റെ ഔട്ട് സൈഡ് വ്യൂ ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെറുതെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒരു 3-4 ക്യാമറ ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5 ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ റെൻഡർ അടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ആ ഒരു ക്യാമറ വ്യൂവിൽ പോവുക. നമ്മൾ വാൻറ്റേജിൽ അതിൻ്റെ വ്യൂ നോക്കാം. ഓക്കെ, അപ്പോൾ വാൻറ്റേജിൽ ആ വ്യൂ വന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് റെൻഡർ സെറ്റപ്പിൽ പോവുക. അതിൽ പോയിട്ട് അവിടെ ഈ പേഴ്സ്പെക്റ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ക്യാമറ ടൈപ്പ് വേണ്ട, പേഴ്സ്പെക്റ്റീവ് എന്നാണ്. അത് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് സ്പിരിക്കലാക്കിയാൽ മതി. അത്രയും ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല അതിൽ. ഇങ്ങനെയാണ് 360 റെൻഡർ ചെയ്യുന്നത്. ഓക്കെ, ആ പേഴ്സ്പെക്റ്റീവ് മാറ്റിയിട്ട് സ്പിരിക്കലാക്കി. അതിനുശേഷം റെസൊല്യൂഷൻ നമുക്ക് എത്രത്തോളം റെസൊല്യൂഷൻ വേണം. ഒരു 6000x3000 ഒക്കെയാണ് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി. ഇനി അതിലും കൂടുതൽ റെൻഡർ ചെയ്യാൻ പറ്റുന്ന ചെയ്തോ. ഞാനിപ്പോൾ ഒരു 4000 ഹൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അതിൻ്റെ വിട്ടൂടെ എഴുതി കാണിക്കും 8000 എന്നുള്ളത്. അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ 2 ആണ് കേട്ടോ. പിന്നെ സാമ്പിൾസ് നിങ്ങളുടെ എത്രയാണെന്ന് വെച്ചാൽ നോക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു 500 ആണെങ്കിൽ 500. ഞാൻ ഫൈനൽ റെൻഡറൊക്കെ എടുക്കുമ്പോൾ സാമ്പിൾസിൽ 500 കൊടുക്കുക. ഇത് പിന്നെ ഏതായാലും കുഴപ്പമില്ല. കസ്റ്റം ആണെങ്കിൽ കസ്റ്റം ഇട്ടോ, ഹൈ ആണെങ്കിൽ ഹൈ ഇട്ടോ, അത്ര തന്നെ. വേറെ അതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണമെന്നില്ല. ഞാൻ ഇപ്പോൾ ഇവിടെ കസ്റ്റം ഇട്ടു, സാമ്പിൾസ് 500 ഇട്ടു. അതിനുശേഷം നേരെ റെൻഡർ ചെയ്യാണ്. സ്പിരിക്കലാക്കി റെസൊല്യൂഷൻ ചേഞ്ച് ചെയ്തു. സാമ്പിൾസ് എത്ര വെച്ചാൽ അത്രയും കൊടുക്കുക, നിങ്ങൾ കൊടുക്കുന്നത് എത്ര വെച്ച് കഴിഞ്ഞാൽ. അതിനുശേഷം ജസ്റ്റ് ഒന്ന് റെൻഡർ അടിക്കുക. അങ്ങനെ റെൻഡർ അടിക്കുമ്പോൾ സംഭവം പനോരമ ആ ഒരു പനോരമിക് വ്യൂ നമുക്ക് റെൻഡർ ചെയ്ത് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ 360 റെൻഡേഴ്സ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ ടോട്ടൽ ഒരു 5 വ്യൂ പല ആംഗിളിൽ നിന്നായിട്ട് ഞാൻ റെൻഡർ ചെയ്തെടുക്കുകയാണ്. ഞാൻ ഓൾറെഡി റെൻഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ,
ഞാനിപ്പോൾ ഇവിടെ റെൻഡേഴ്സൊക്കെ ഓൾറെഡി റെൻഡർ ചെയ്ത് വെച്ച കാരണം ഞാനിത് ജസ്റ്റ് ഒന്ന് ക്യാൻസൽ ചെയ്യാൻ കേട്ടോ. ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ വീണ്ടും റെൻഡറിൻ്റെ കാര്യമില്ലല്ലോ. ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യണേ. അപ്പം ഇങ്ങനെയാണ് 360 റെൻഡർ വാൻഡയിൽ ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് കാണിച്ചത്. ഓക്കെ, അതിനുശേഷം ഞാനതിൻ്റെ റെൻഡേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ റെൻഡേഴ്സ് ഞാൻ എടുത്തിട്ടുള്ളത്. ടോട്ടലി 5 ക്യാമറ വെച്ചിട്ട് വാൻറ്റേജിൽ ഞാൻ റെൻഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു വ്യൂ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 360യിൽ കാണാൻ വേണ്ടിയിട്ട് അതിനൊരു ആപ്പ് ഉണ്ട്, റിക്കോ തീറ്റ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. നമ്മുടെ ഗൂഗിളിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. റിക്കോ തീറ്റേൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ജസ്റ്റ് അതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. അപ്പോൾ നമുക്ക് ആ ഒരു ഇമേജ് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്താൽ മതി. അപ്പോൾ അതിനെ 360 ഓട്ടോമാറ്റിക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അതിൻ്റെ ഇവിടെ താഴെ റൈറ്റ് സൈഡിൽ ഓപ്ഷൻസ് ഉണ്ട്, എങ്ങനെ കാണണം, മിറർ ബോളായിട്ട് കാണണോ, റെക്റ്റാങ്കുലർ ആയിട്ട് കാണണോ എന്നൊക്കെ. പിന്നെ ഇവിടെ ഓട്ടോമാറ്റിക് ഹോം പൊസിഷൻ, ഇത് ഓട്ടോമാറ്റിക് ടേൺ അടിച്ചാൽ ഓട്ടോമാറ്റിക് ഇങ്ങനെ റൊട്ടേഷൻ ആയിക്കോളും. അതിൽ നമുക്കിങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രിവ്യൂസ് ജസ്റ്റ് ഈസി ആയിട്ട് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ് കേട്ടോ റിക്കോ തീറ്റ. ആവശ്യമുള്ളൊരു ഡൗൺലോഡ് ചെയ്ത് വെച്ചോ, ഗൂഗിളിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടും. ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ 360 കാണാം. ഇനി നമുക്കിതിനെ വിർച്വൽ ടൂറാക്കി കൺവേർട്ട് ചെയ്യണം. അതായത് ഇപ്പം ഞാനൊരു ഫസ്റ്റ് വ്യൂ ഈ ഒരു ബെഡിൻ്റെ വ്യൂ ആയിരുന്നു, അപ്പോൾ സെക്കൻഡ് വ്യൂ ഇവിടെ നിന്ന് നോക്കുന്ന വ്യൂ അല്ലേ. അപ്പോൾ ഞാൻ വിർച്വൽ ടൂറിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഈ ഒരു വ്യൂവിൽ നിന്ന് ഇപ്പം നിൽക്കണ ഒരു വ്യൂവിലേക്ക് ജസ്റ്റ് ഒരു ഹോട്ട്സ്പോട്ട് വഴി എങ്ങനെ അങ്ങോട്ട് നമുക്ക് മൂവ് ആവാം, അല്ലെങ്കിൽ ആ വ്യൂവിലേക്ക് എങ്ങനെ പോകാം എന്നുള്ളതാണ് കാണിക്കുന്നതാണ് സംഭവം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു വെബ്സൈറ്റിലേക്ക് ഈ നമ്മൾ റെൻഡർ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഔട്ട്പുട്ടൊക്കെ നമ്മൾ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യണം. അതിന് പറ്റിയ ഒരു വെബ്സൈറ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതിന് പറ്റിയ വെബ്സൈറ്റാണ് പെനോയി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം അങ്ങനെ തന്നെ പറയുമെന്ന് അറിയില്ല. പെനോയി, യെസ്, PANOE. അതിൻ്റെ ആ ഒരു വെബ്സൈറ്റിൽ നമ്മൾ പോവാം. അതിൽ പോയിട്ട് നമ്മളതിന് ജസ്റ്റ് ഒന്ന് സൈനപ്പ് ചെയ്യുക. ആരും സൈനപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നേരെ കയറി സൈനപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇമെയിൽ ID വെച്ച് ലോഗിൻ ചെയ്താലും മതി. ഞാൻ ഓൾറെഡി അക്കൗണ്ടൊക്കെ അതിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഇവിടെ കാണിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി വേറെ കുറച്ച് പ്രോജക്ട്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളുടെ പുതിയ പ്രോജക്റ്റ് നമുക്കിതിലോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ റൈറ്റ് സൈഡിൽ ന്യൂ പ്രോജക്റ്റ് എന്നൊരു ഓപ്ഷൻ കാണും. ഇത് ഫ്രീ വേർഷനുണ്ട്, പ്രീമിയം വേർഷനുണ്ട്. ഞാൻ പ്രീമിയമാണ് ഉപയോഗിക്കുന്നത്. പ്രീമിയം ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ഓരോ പ്രോജക്റ്റിനും $7 വെച്ച് പേയ്മെൻറ്റ് കൊടുത്താൽ മതി മന്ത്ലി. അത് ഓരോ പ്രോജക്റ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ മാത്രം ആ പേയ്മെൻറ്റ് ചെയ്താൽ മതിട്ട്, അല്ലെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് വെക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ അപ്ലോഡ് ചെയ്തൊന്നും പോകുന്നില്ല. ഓക്കെ, അതവിടെ തന്നെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ന്യൂ പ്രോജക്റ്റ് എന്നൊരു ഹെഡിങ്ങിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. അവിടെ പോയിട്ട് നമ്മുടെ ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ അത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു ബെഡ്റൂം അല്ലേ, തൽക്കാലം ബെഡ്റൂം എന്ന് പേര് കൊടുക്കാം. ബെഡ്റൂം എന്ന് പേര് കൊടുത്തു. പ്രോജക്റ്റിന് ഞാൻ എന്ത് ചെയ്തു, പ്രീമിയം ആണ് കേട്ടോ. ഫ്രീ വേർഷൻ ഉണ്ട്, പ്രീമിയം ഉണ്ട്. അപ്പോൾ ഞാനത് പ്രീമിയത്തിൽ ക്ലിക്ക് ചെയ്തു. കാരണം എനിക്ക് ഇവിടെ പ്രീമിയം പറഞ്ഞാൽ ഫ്രീ ഉണ്ട്. ഞാൻ ഓൾറെഡി പ്രീമിയം ആക്ടിവേറ്റ് ചെയ്തിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് പ്രീമിയത്തിലേക്ക് പോകുന്നത്. പ്രീമിയത്തിൽ കുറച്ച് ഓപ്ഷൻസ് കുറച്ച് കൂടുതലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പ്രീമിയം കാണിക്കുന്നത് കേട്ടോ. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതിൽ കുറച്ച് ഓപ്ഷൻസ് കുറവായിരുന്നു മാത്രം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച്, ആ റൂമിനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ എഴുതാം. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഒന്നും എഴുതാം, ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ എഴുതി വിടണം. എഴുതിയാലേ അത് വർക്കാവുള്ളൂ. കാരണം ആ ഒരു റെഡ് സ്റ്റാർ കണ്ട, അപ്പോൾ അത് മസ്റ്റാണ് ഇന്നലെ എഴുതും. അപ്പോൾ ബെഡ്റൂം നമുക്കൊരു വിർച്വൽ ടൂർ എന്നൊക്കെ എഴുതാം. പിന്നെ കാറ്റഗറി 3D CGI. ഓക്കെ, അതുപോലെ അതിൻ്റെ സ്റ്റൈല് അതൊന്നും ചെയ്യാനൊന്നും വേണ്ട. സെറ്റിങ്സിൽ പോയിട്ട് ഓട്ടോ റൊട്ടേറ്റ്, ആ 360 ഇമേജ് ഓട്ടോമാറ്റിക് റൊട്ടേറ്റ് ആവണമെന്നുള്ള സംഭവമാണ്. അത് ഓട്ടോ റൊട്ടേറ്റ് ഞാൻ എനേബിൾ കൊടുക്കുകയാണ്. ഓട്ടോ ചേഞ്ച് സീൻ അത് ഞാൻ തൽക്കാലം കൊടുക്കില്ലേ. പിന്നെ അതുപോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമുക്ക് ഇടാൻ പറ്റും. ഒരു മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ ആ മ്യൂസിക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഓരോ ഇമേജിലേക്ക് നമ്മൾ പോകുന്തോറും അത് ഇങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ മ്യൂസിക് ഉണ്ടെങ്കിൽ ഇട്ടോ. അതുപോലെ ലിറ്റിൽ പ്ലാനറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ലിറ്റിൽ പ്ലാനറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ഈ കുറേ ഇമേജസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും.
അപ്പോൾ നമ്മുടെ ഇമേജൊക്കെ ഇപ്പോൾ ഒരു ടോപ്പ് വ്യൂ നോക്കുമ്പോൾ ഇങ്ങനെ ഭൂമിയുടെ ഷേപ്പിൽ കണ്ടിട്ടുണ്ടോ? അതാണ് ലിറ്റിൽ പ്ലാനറ്റ്. അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം അതെന്താ സംഭവം എന്നുള്ളത്. എനിക്ക് എങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല. അതേപോലെ ഫോളോ മോഡ്, അതായത് നമ്മൾ മൗസ് ഇങ്ങനെ മൂവ് ആക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഇത് റൊട്ടേറ്റ് ആവണം എന്നുള്ളത്, അത് ഞാൻ ഡിസേബിൾ തന്നെയാണ് കൊടുക്കുന്നത്. ഞാൻ ഒന്നും പ്രത്യേകിച്ച് ചെയ്യില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ അത് മനസ്സിലാവും എന്താ സംഭവം എന്നുള്ളത്. അതിനുശേഷം നമുക്ക് നേരെ എന്ത് ചെയ്യാം, ലെറ്റ്സ് ഗോ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു അപ്പോൾ നമുക്ക് വേറെ സ്ക്രീനോടെ വരും. അതിൽ ഇവിടെ കുറച്ച് ആൽബംസ് ഇങ്ങനെ പോയിട്ടുണ്ടല്ലേ. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ നേരത്തെ ചെയ്തോട്ടോ, നമുക്ക് ആവശ്യമില്ല, ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ന്യൂ ആൽബം എന്നിട്ടൊരു ഹെഡിങ് ഉണ്ട്. അവിടെ പോയിട്ട് ന്യൂ ആൽബം ക്ലിക്ക് ചെയ്യുക. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് കൊടുക്കുക, ബെഡ്റൂം എന്ന് കൊടുക്കുക, ബെഡ്റൂം ടെസ്റ്റ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. നിങ്ങളുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക പേര്. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു പുതിയ ആൽബം വരും അല്ലേ. അപ്പോൾ നമ്മുടെ ബെഡ്റൂമിൽ പോകുമ്പോൾ ആ ഒരു ബെഡ്റൂമിൻ്റെ റെൻഡേഴ്സ് ആഡ് ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ ആഡ് ചെയ്തിട്ടുള്ള വേറെ പ്രോജക്റ്റുകളുടെ ആഡ് ചെയ്തിട്ടുള്ളതാണ് ഇതേപോലെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബെഡ്റൂമിൻ്റെ ഇവിടെ ആഡ് ചെയ്യാം. ബെഡ്റൂമിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ അപ്ലോഡ് 360 ഇമേജ് എന്നിട്ടൊരു ഓപ്ഷൻ വരും. ഓക്കെ, അപ്പോൾ അവിടേക്ക് നമ്മുടെ എല്ലാ ഇമേജും 360 ഇമേജസൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ റെൻഡർ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഇമേജസും ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കുകയാണ്. അപ്പോൾ നേരെ അത് ആ വെബ്സൈറ്റിൽ കയറി അപ്ലോഡ് ആവും. അതിനുശേഷം നമ്മൾ ആ ഒരു ഇമേജ് മുഴുവൻ സെലക്ട് ചെയ്തിട്ട് വേറൊരു അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം കേട്ടോ. അതിപ്പോൾ അപ്ലോഡ് ആയതിനു ശേഷം നമുക്ക് നോക്കാം. ഈ ഫ്രീ വേർഷനിലൊക്കെ ആകുമ്പോൾ അപ്ലോഡിന് തന്നെ ലിമിറ്റൊക്കെ ഉണ്ട്. എത്ര GB ഫ്രീ എന്ന് എനിക്കറിയില്ല, അത് നിങ്ങൾ നോക്കുമ്പോൾ പറയാം. പ്രീമിയത്തിൽ 50 GBക്ക് $7 അത്രയാണ് സംതിങ് ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഇമേജസ് ഇവിടെ പ്രോസസ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇവിടെ താഴെ സെലക്ട് ഓൾ കൊടുക്കുകയാണ്. എല്ലാ ഇമേജും സെലക്ട് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുകയാണ്. ഇനി ബാക്കിയെല്ലാം ഈ വരുന്ന ഒരു സ്ക്രീനിലാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഇരിക്കും. ഇപ്പോൾ നമ്മുടെ ഇമേജസൊക്കെ ആ ഒരു ഇതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണാം, നമ്മുടെ ഈ വ്യൂസ് ഇവിടെ കാണാം. ബെഡ് വ്യൂ അതിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു വ്യൂയിലോട്ട് കൂട്ടാം. വിൻഡോ വ്യൂ, സിറ്റിംഗ് ഏരിയ, വാക്കിംഗ് ക്ലോസറ്റ്, വാക്കിംഗ് അവിടെ പേര് കൊടുത്തിട്ടുണ്ട് ഓരോ വിൻഡോസ്. അപ്പോൾ പേര് അതേപോലെ വരും. ചിലർ 1, 2, 3, 4 എന്നൊക്കെ കൊടുക്കും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഈ ഇമേജസ് ഒക്കെ ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യട്ടെ. ഇങ്ങനെ പിടിച്ച് താഴേക്ക് ഇങ്ങനെ വലിച്ച് ഇവിടെ കൊണ്ടുവരണമെങ്കിൽ ഇവിടെ കൊണ്ടിടാം. അപ്പോൾ അതെങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു ബെഡ് വ്യൂ ഫസ്റ്റ് വരുന്ന രീതിയിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനിയാണ് നമ്മുടെ മെയിൻ കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. കുറച്ച് കാണുമ്പോൾ ചെറിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷെ അത് നിങ്ങൾ ചെയ്യുമ്പോൾ അത് ശീലമായിക്കോളും. വളരെ സിമ്പിളാണ്. ഓക്കെ, ഫസ്റ്റ് കാണുമ്പോൾ ഒരു ചെറിയൊരു ഡൗട്ടൊക്കെ തോന്നും, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വ്യൂ ഞാനിവിടെ ഈ ബെഡിൻ്റെ വ്യൂ ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത വ്യൂ എന്ന് പറയുന്നത് ഈ വിൻഡോ വ്യൂ എന്നിട്ട് ഞാൻ ഒരു വ്യൂസ് റെൻഡർ ചെയ്തിട്ടുണ്ട്. അത് ഇവിടെയാണ് ഞാൻ നിൽക്കുന്നത്, വിൻഡോനെ അടുത്ത്. ഓക്കെ, അപ്പോൾ നമ്മളതൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ. നിങ്ങൾ റെൻഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എവിടെ നിന്നൊക്കെയാണ് നിങ്ങൾ ക്യാമറ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. അടുത്ത ക്യാമറ ഞാൻ ഇവിടെ ഈ ഒരു വാക്കിംഗ് ക്ലോസറ്റിൻ്റെ അവിടെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു ക്യാമറ ഇവിടെ സിറ്റിംഗ് ഏരിയയുടെ അവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. പിന്നെ വാക്കിംഗ് ക്ലോസറ്റിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വ്യൂ എന്ന് പറഞ്ഞാൽ ഈ സിറ്റിംഗ് ഏരിയയുടെ അവിടെ ഒരു ക്യാമറ കണ്ട, ഇവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. വാക്കിംഗ് ക്ലോസറ്റ് ആ ഒരു എൻട്രൻസിൻ്റെ ഒരു ഭാഗത്ത് ഇവിടെ ഒരു ക്യാമറ ഞാൻ വെച്ചിട്ടുണ്ട്. അതേപോലെ വാക്കിംഗ് ക്ലോസറ്റ് 1 എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 1, ഇവിടെ 2, അതിൻ്റെ ഇപ്പുറത്ത് ഇവിടെ ബെഡിൻ്റെ മുമ്പിൽ 3, ആ വിൻഡോൻ്റെ അവിടെ വേറെ 1, സിറ്റിംഗ് ഏരിയയുടെ 1, അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഹോട്ട്സ്പോട്ട് ആഡ് ചെയ്യണം. അങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത്. സോ ബെഡ് വ്യൂ 1 ഞാൻ വന്നു. ഓക്കെ, ഇനി ഞാനിവിടെ വിൻഡോൻ്റെ അവിടെ നമുക്കൊരു വ്യൂ ഉണ്ടല്ലോ. അപ്പം ഞാൻ അവിടേക്ക് ഒരു ഹോട്ട്സ്പോട്ട് ആഡ് ചെയ്യാൻ പോവാണ്. ഹോട്ട്സ്പോട്ട് എങ്ങനെ ആഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ താഴെ ഇവിടെ കുറച്ച് കാണാം. ഇവിടെ ഹോട്ട്സ്പോട്ടിന് ആഡ് ചെയ്യുന്നുണ്ട്. അവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഈ പ്രീമിയത്തിൽ പോയ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഞാനാകെ കുറച്ചൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഹോട്ട്സ്പോട്ടിൽ ഞാൻ എന്ത് ചെയ്യുക, ഈ ഫസ്റ്റത്തെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടിടാം. നമ്മൾ എവിടെയാണോ അടുത്ത ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ടിടാം. അപ്പോൾ ഇവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്, അല്ല വിൻഡോൻ്റെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ആ ഒരു ഇത് കൊണ്ടുവച്ചു. എന്നിട്ട് എന്ത് ചെയ്യുക, ഞാൻ ജസ്റ്റ് ആ ഒരു കൊണ്ടുവച്ചതിന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് വരും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റെഡ് കളർ മാറ്റിയിട്ട് വേറെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ആക്കാം. അതിലൂടെ ഐക്കൺ എന്നൊരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എടുക്കുന്നത് ഐക്കൺ മോഡിലാണ്. രണ്ടാമത് ഇമേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചിങ്ങനെ ഉണ്ടാകും, ഇങ്ങനെ നിൽക്കണ പോലെ
ഇതൊക്കെ പ്രീമിയത്തിലാട്ടോ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ തൊട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വരും. അതായത് നമ്മൾ ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വ്യൂവിലേക്ക് നമ്മൾ പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഐക്കൺ സെറ്റ് ചെയ്താണ്. ഇനി ആ ഐക്കണിൻ്റെ സൈസൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റൂട്ടോ. 2 കൊടുത്തിട്ട് വീണ്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നുകൂടി ചെറുതാവും. വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 കൊടുത്തതിന് ശേഷം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വലുതാവും അല്ലേ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 3 ധാരാളം. നമുക്ക് ജസ്റ്റ് കണ്ടാൽ മതി, നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പോയിന്റ് കണ്ടാൽ മതി. അപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകുമ്പോഴേ നമുക്ക് ആ ഒരു വ്യൂ, ആ ഒരു ഇമേജ് കാണണം. ഓക്കെ, അതിൻ്റെ പല വേർഷൻസ് ഉണ്ട്. ഇപ്പോൾ ലോട്ടി അങ്ങനെ എന്തോ എഴുതിയിട്ട് വേറൊരു സംഭവമുണ്ട്. ജസ്റ്റ് സെലക്ട് ചെയ്ത് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ കാണാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ വേറൊരു സംഭവമുണ്ട്, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ കാണുന്നതൊക്കെ. ഇതിനൊക്കെ വേണമെങ്കിൽ ഇവിടെ റൊട്ടേഷനൊക്കെ ഉണ്ട്, വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കാം. -90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഈ ഒരു വ്യൂവിലേക്ക് പോകാനാണ് അത് ഉദ്ദേശിക്കുന്നത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. അതേപോലെ കോൾ ഔട്ട് ഉണ്ട്. കോൾ ഔട്ട് എന്ന് പറയുമ്പോൾ കോൾ ഔട്ടിൻ്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇവിടെ, ടെക്സ്റ്റ്. ഓക്കെ, ഒരു ടെക്സ്റ്റ് കൊടുക്കാം. ഈ വ്യൂവിൻ്റെ ഏരിയ എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു വിൻഡോ സൈഡല്ല, വിൻഡോ സൈഡിൽ നിന്ന് കൊടുക്കാം. വിൻഡോ സൈഡിൽ നിന്ന് കൊടുത്തതിന് ശേഷം അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ കണ്ട അതിൻ്റെ ഒരു കോൾ ഔട്ട് പോലെ വന്നു. അതിനെ നമുക്കിവിടെ ഇപ്പോൾ ഞാൻ റൊട്ടേഷൻ മൈനസ് ചെയ്ത് വെച്ചാണ് സാധാരണ എത്ര കൊടുക്കാറ്, 0 കൊടുക്കാറ്. 0 ഇടുന്നതിന് ശേഷം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ഈ ഒരു ഇതിലേക്ക് കൊടുക്കും. വിൻഡോ സൈഡിൽ എഴുതിയിട്ടുണ്ട്, കാണാത്തതാണ്. അപ്പോൾ ഞാൻ സാധാരണ കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഇമേജിൽ പോയിട്ട് ഇവിടെ ജസ്റ്റ് ഈ ഒരു റൗണ്ട് ഷേപ്പ് കൊടുത്തിട്ട് അപ്ലൈ കൊടുക്കുക. ഇതാണ് ഞാൻ സാധാരണ കൊടുക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു പോയിന്റ് സെലക്ട് ചെയ്തതിന് ശേഷം അതിന് തൊട്ട് താഴെ ഇവിടെ പോയിന്റ് സെറ്റപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അല്ലേ. ആ പോയിന്റ് സെറ്റപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലെ ഇമേജസ് ഒക്കെ ഇവിടെ വരും. അതായത് ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്താൽ ഏത് വ്യൂവിലേക്കാണ് നമ്മൾ പോകേണ്ടത് എന്നാണ് സംഭവം ചോദിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ ഓപ്ഷൻസ് ആണ് വിൻഡോ ന്യൂ, അങ്ങനെ കുറേ ഓപ്ഷൻസ്. അപ്പോൾ നമ്മുടെ ഇതേ ഭാഗം വിൻഡോ ന്യൂ ആണ്. ഞാൻ വിൻഡോ ന്യൂ കൊടുക്കുന്നു. ഇതിൻ്റെ വ്യൂ, ആ ഒരു വ്യൂവിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ഇവിടെ കാണേണ്ടത്, ഈ വ്യൂ ആണ് കണ്ടത്, അത് ഈ വ്യൂ ആണ് കാണേണ്ടത് എന്നുള്ളത്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കറക്റ്റ് സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ തൽക്കാലം വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, സെറ്റ് ടാർഗറ്റ് വ്യൂ അടിക്കാം. എന്നിട്ട് ഇവിടെ ട്രാൻസിഷനിങ് ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ടിക്കറ്റ് കഴിഞ്ഞാൽ 3D ട്രാൻസിഷൻ ഉണ്ട്. അത് ഓരോ ഓപ്ഷൻസാണ്. എങ്ങനെ ഇത് ഇപ്പോൾ സൂം ചെയ്ത് പോകണോ, സിമ്പിൾ ക്രോസ് ബ്ലെൻഡ് ഉണ്ട്. അതായത് അടുത്ത ഇമേജിലോട്ട് പോകുമ്പോൾ ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് പോകും, ചിലപ്പോൾ സൂം ചെയ്ത് പോകും, ചിലപ്പോൾ ഇങ്ങനെ മുകളിൽ നിന്ന് വീഴും, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോകും. സാധാരണ ഞാൻ മറ്റേ സൂം ബ്ലെൻഡ് കൊടുക്കും, അല്ലെങ്കിൽ സിമ്പിൾ ക്രോസ് ബ്ലെൻഡ് കൊടുക്കാറുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ ക്രോസ് ബ്ലെൻഡ് കൊടുക്കാം. നണ്ണ് കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ആനിമേഷൻ ഒന്നും ഇല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് കാണാൻ പറ്റും. ഈ സംഭവങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സീനൊന്നുമില്ല, കുറച്ച് ഒരു 2 സെക്കൻഡൊക്കെ സ്റ്റെക്ക് ആവുന്നു മാത്രം. അതേപോലെ ഇതിൻ്റെ തൊട്ട് മുകളിൽ ഹൈഡ് ടൈറ്റിൽ, ഇവിടുത്തെ ഒരു ടൈറ്റിൽ നമുക്ക് ഹൈഡ് ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതൊന്ന് ഹൈഡ് ടൈറ്റിൽ അടിക്കുക. അത് നേരത്തെ ക്ലിക്ക് ചെയ്തപ്പോൾ പോണില്ല, എന്തോ ചിലപ്പോൾ ബഗ്ഗായിരിക്കാം. ഹൈഡ് പ്രിവ്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഹൈഡ് പ്രിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ മൗസ് ഈ ഒരു സംഭവം ഇന്നുണ്ടില്ലേ, അവിടെ ഈ മൗസ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന വ്യൂവിൻ്റെ ഒരു പ്രിവ്യൂ ഇവിടെ ഇങ്ങനെ ബോക്സ് ആയിട്ട് കാണിക്കും. അത് നമുക്ക് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലോട്ട് പോയാൽ മതി. അപ്പോൾ അത് കാണണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഹൈഡ് പ്രിവ്യൂ അടിക്കുക. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ ഏറ്റവും മുകളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രിവ്യൂ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. ഏറ്റവും ടോപ്പിൽ പോയിട്ട് ഇവിടെ പ്രിവ്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രിവ്യൂയിലേക്ക് നേരെ പോകും. അപ്പോൾ അതിൻ്റെ പ്രിവ്യൂ ആണ് ഇവിടെ കാണിക്കുന്നത്. ലിറ്റിൽ പ്ലാനറ്റിൽ നിന്ന് നേരെ വന്നു, ഇത് പെട്ടെന്ന് ഇറങ്ങി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 360. അപ്പോൾ നമ്മളൊരു ഇവിടെ ഒരു പോയിന്റ് ആഡ് ചെയ്ത് തന്നെ അത് മിന്നി നിൽക്കണം കണ്ട. അപ്പോൾ അതിലേക്ക് ചെയ്യുമ്പോൾ ആ വിൻഡോ വ്യൂ എന്നുള്ള ഹെഡിങ് വരുന്നുണ്ട്. ശരിക്കും അത് നമ്മൾ ഹൈഡ് കൊടുക്കുമ്പോൾ ഹൈഡ് ആവേണ്ടതാണ്, അത് പോയിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ ആ ഒരു ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തോ ഞാൻ നേരെ ആ വ്യൂവിലേക്ക് പോകണ്ട. നമ്മൾ ആ സിമ്പിൾ ക്രോസ് ബ്ലെൻഡ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക ചെറിയൊരു അനിമേഷൻ. പിന്നെ ഇവിടുന്ന് നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകാനായിട്ട് പറ്റില്ല. കാരണം എന്താ, നമ്മൾ വേറെ ഹോട്ട്സ്പോട്ട് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാ ഇമേജിലും ഏതൊക്കെ വ്യൂവിലാണ് നമ്മൾ ആ ഹോട്ട്സ്പോട്ട് കാണുന്നത് വെച്ചാൽ അത് അവിടെയൊക്കെ ആഡ് ചെയ്യണം കേട്ടോ. കുറച്ച് പണിയുള്ള പരിപാടിയാണത്. അപ്പോൾ വീണ്ടും ഞാൻ എന്ത് ചെയ്യുക, ജസ്റ്റ് ടൂർ എഡിറ്ററിലേക്ക് ഞാൻ വീണ്ടും തിരിച്ച് പോവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു വ്യൂ സെറ്റ് ചെയ്തു അല്ലേ. അടുത്തത് ഞാൻ ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ ഭാഗത്ത് ഇവിടെ ഒരു ഹോട്ട്സ്പോട്ട് ആഡ് ചെയ്യാം. കാരണം അവിടെ നമ്മളൊരു വ്യൂ റെൻഡർ ചെയ്തിട്ടല്ലോ. അപ്പോൾ നേരെ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടിടാം. അതിനുശേഷം ആ പോയിന്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നമ്മൾ ഇതേപോലെ ഇമേജിൽ പോയിട്ട് ഇതൊക്കെ കൊടുക്കണ്ട, അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മളിവിടെ ഓൾറെഡി ഇത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് കോൺഫിഗ് അവിടെ എടുക്കണ്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിനെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക, ഈ പോയിന്റിനെ. എന്നിട്ട് ലാസ്റ്റ് കോൺഫിഗ്
ക്ലിക്ക് അടിച്ച് അപ്ലൈ കൊടുക്കുക. അപ്പോൾ ആ ലാസ്റ്റ് കോൺഫിഗിൻ്റെ അവിടെ അത് വന്നോളൂ. അങ്ങനെ തന്നെ. അതിനുശേഷം പോയിന്റ് സെറ്റപ്പിൽ പോയിട്ട് അത് ഏത് വ്യൂവിലേക്കാണ് നമ്മൾ പോകേണ്ടത്? അടുത്ത വ്യൂ ഏതാ? വാക്കിൻ ക്ലോസറ്റ് 0 യെസ്, അതാണ് നമ്മുടെ അടുത്ത വ്യൂ വരുന്നത്. ഇവിടെ നോക്കുമ്പോൾ ഒരു വ്യൂ. അപ്പോൾ അത് ഞാൻ അവിടെ ആഡ് ചെയ്തു. ട്രാൻസിഷൻ എന്ത് ചെയ്തു? ഞാൻ അവിടെ 3D സിമ്പിൾ ക്രോസ് ബ്ലെൻഡ് കൊടുത്തു, ഹൈഡ് ടൈറ്റിൽ, ഹൈഡ് പ്രിവ്യൂ കൊടുത്തു. ജസ്റ്റ് ഒന്ന് സൂം ബാക്ക്വേർഡ് ടർക്കി വെച്ച് സെറ്റ് ടാർഗറ്റ് വ്യൂ അടിക്കുക. അപ്പോൾ ഇതാണ് ആ വ്യൂ. ആ വ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ ആണ് നമുക്ക് കാണാൻ പോകുന്നത്. ഓക്കെ, അതേപോലെ അടുത്ത ഒരു സീൻ എന്ന് പറയുന്നത് നമ്മളിവിടെ ഇവിടെയാണുള്ളത്. അതിപ്പോൾ നമുക്ക് കാണില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിടാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവിടാം. ലാസ്റ്റ് കോൺഫിഗ് ടിക്ക് കൊടുക്കുക, അപ്ലൈ കൊടുക്കുക. അയ്യോ, അതിലേക്ക് പോയത് ഞാൻ ഇത് സെലക്ട് ചെയ്തിട്ടാണ് ചെയ്തതല്ലേ. ഓക്കെ, ഇവിടെ വാക്കിൻ ക്ലോസറ്റ് ആണ് വരേണ്ടത്. ട്രാൻസിഷൻ ടിക്കറ്റ് കൊടുത്തു. ഞാൻ അത് സെലക്ട് ചെയ്യാണ്ട് ക്ലിക്ക് അടിച്ച് പോയി, അത് പ്രശ്നമില്ല. അപ്പോൾ എന്ത് ചെയ്യുക? നേരെ വീണ്ടും ഇത് കൊടുത്തതിന് ശേഷം ഇവിടെ പോയിട്ട് ഇത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ലാസ്റ്റ് കോൺഫിഗ് കൊടുക്കുക, അപ്ലൈ കൊടുക്കുക. ഇവിടെ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്തതിന് ശേഷം പോയിന്റ് വ്യൂവിൽ പോയിട്ട് ഇവിടുത്തെ വ്യൂ ഏതാ? സിറ്റിംഗ് ഏരിയ അല്ലേ. ജസ്റ്റ് സിറ്റിംഗ് ഏരിയ ക്ലിക്ക് ചെയ്യുന്നു. അതിന് ചെറുതായിട്ട് സൂം ഔട്ട് ചെയ്യുക. സെറ്റ് ടാർഗറ്റ് വ്യൂ, ട്രാൻസിഷൻ ഓഫ് എന്ത് ചെയ്തു? സിമ്പിൾ ക്രോസ്, ഹൈഡ് ടൈറ്റിൽ, ഹൈഡ് പ്രിവ്യൂ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 3 വ്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ആ 3 വ്യൂവിൻ്റെയും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പ്രിവ്യൂവിൽ പോവുക. ഇപ്പുറത്ത് ഇവിടെ പ്രിവ്യൂവിൻ്റെ ഹെഡിങ് കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി പ്രിവ്യൂവിൻ്റെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്താൽ മതി. അപ്പോൾ അതിവിടെ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആവും. നമ്മൾ വേറെ സംഭവം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരുന്നോളൂ. പെട്ടെന്ന് എത്തി ബെഡ് വ്യൂ. അതാണ് നമ്മുടെ ബെഡ് വ്യൂ. ഈ ബെഡ് വ്യൂവിൽ വന്നു കഴിഞ്ഞാൽ അല്ല, ഒരു പോയിന്റ് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ പോയിന്റ് ഇവിടെ സിറ്റിംഗ് ഏരിയ, മൂന്നാമത്തെ പോയിന്റ് വിൻഡോ വ്യൂ. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ സിറ്റിംഗ് വ്യൂയിലോട്ട് പോകും. ഓക്കെ, ഇതാണ് സിറ്റിംഗ് വ്യൂ. പിന്നെ തിരിച്ചങ്ങോട്ട് വരാൻ പറ്റില്ല കേട്ടോ, കാരണം നമ്മൾ വേറെ ഹോട്ട്സ്പോട്ട് ആഡ് ചെയ്തില്ല. അല്ലെങ്കിൽ താഴെ ഇവിടെ കുറച്ച് ഇമേജസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് വരും. അതല്ല, നമ്മൾ എല്ലാ ഇമേജിലും കയറി ഹോട്ട്സ്പോട്ട് കൊടുത്താൽ മാത്രമാണ് ഇത് ശരിക്കും ഫുള്ളാവുള്ളൂ. ഇത് ജസ്റ്റ് ഇപ്പോൾ പ്രിവ്യൂ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ ഈ സംഭവം മനസ്സിലായില്ലേ? അപ്പോൾ അതിനുശേഷം ഞാനിപ്പോൾ ഇതൊരു ഈ ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റത്തെ ഇമേജ്, അതിലാണ് ഈ പറഞ്ഞ ഈ ഹോട്ട്സ്പോട്ടൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഇമേജിൽ പോവുക. രണ്ടാമത്തെ ഇമേജ് ഏതാ? വിൻഡോ വ്യൂ. വിൻഡോ വ്യൂവിലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യണം. ഇവിടെ നോക്കുമ്പോൾ ആ ബെഡിൻ്റെ വ്യൂ കാണണ്ടേ. അപ്പോൾ എന്ത് ചെയ്യുക? നേരെ ആ വ്യൂ ആഡ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് പണിയുള്ള പരിപാടിയാണ്. ലാസ്റ്റ് കോൺഫിഗ് അപ്ലൈ കൊടുക്കുക. പോയിന്റ് വ്യൂവിൽ പോയിട്ട് ബെഡ് വ്യൂ ഇട്ടു. ഇത് ഇങ്ങോട്ട് ആരോ മാർക്ക് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് 90 ഡിഗ്രി റൊട്ടേഷൻ കൊടുത്തിട്ട് അപ്ലൈ കൊടുക്കുക. കറക്റ്റായില്ല, 0 തന്നെ കിടന്നോട്ടെ. ഓക്കെ, നമുക്ക് ആ വ്യൂവിലേക്ക് പോയാൽ മതി. അപ്പോൾ അതിൻ്റെ ഞാനിവിടെ ബെഡിൻ്റെ വ്യൂ കൊടുത്തിട്ടുണ്ട്, സെറ്റ് ടാർഗറ്റ് വ്യൂ കൊടുത്തിട്ടുണ്ട്, ട്രാൻസിഷനിങ്, ഹൈഡ് ടൈറ്റിൽ എല്ലാം ടിക്ക് ഇട്ടു. ഇവിടെ സിമ്പിൾ ക്രോസ് ബ്ലെൻഡ് ഇട്ടു. അടുത്ത വ്യൂ ഇവിടെ നമ്മുടെ ഏതുള്ളത്? ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടിടാം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഈ ഐക്കണെ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. ആ ഒരു പോയിന്റ് സെറ്റ് കൊടുക്കുന്നു. സെറ്റ് ടാർഗറ്റ് വ്യൂ, ഇതെല്ലാം അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. കുറച്ച് പണി കുറച്ചെടുക്കാണ്ട്. അപ്പോൾ അടുത്തത് ഡ്രാഗ് ചെയ്ത് അവിടെ കൊണ്ടിടാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ലാസ്റ്റ് കോൺഫിഗ് അപ്ലൈ ചെയ്യുന്നു. ആ വ്യൂ ഏതാ? വിൻഡോ ക്ലോസറ്റ് 0 സൂം ഔട്ട് ചെയ്ത് സെറ്റ് ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കട്ടോ. അങ്ങനെ എല്ലാ വ്യൂവിലും പോയിട്ട് സെറ്റ് ചെയ്യുക. ഇതാണ് പണി. അടുത്തത് മൂന്നാമത്തെ വ്യൂ ഏതാ? ഓക്കെ, നമ്മുടെ സിറ്റിംഗ് ഏരിയ നോക്കുമ്പോൾ നമുക്ക് എവിടേക്കൊക്കെ പോകാൻ പറ്റും? ഇവിടേക്ക് പോവാം അല്ലേ. അപ്പോൾ അവിടേക്കൊക്കെ ഓരോ ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇതൊന്ന് വ്യൂ ആംഗിളിൽ സെറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് കോൺഫിഗ് അപ്ലൈ കൊടുക്കുന്നു. ഇത് വിൻഡോ വ്യൂ അല്ലേ. അപ്പോൾ വിൻഡോ വ്യൂ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. പേര് കൊടുത്താൽ അത്രയും നല്ലത് കേട്ടോ, ഈസി ആയിട്ട് അറിയാൻ പറ്റും. വലിയ 5, 3, 6, 10 എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് ഇത് ഏത് വ്യൂ ആണെന്ന് നമ്മൾ തന്നെ അന്വേഷിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ത് ചെയ്യുക? പേര് കൊടുക്കുക, നമുക്കും ഓർമ്മയുണ്ടാവാൻ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട്. ഇവിടെ നോക്കുമ്പോൾ അടുത്ത വ്യൂ ഇവിടെ സെറ്റ് ചെയ്ത് വയ്ക്കുക. ആ ഒരു പോയിന്റ് അവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുന്നു. ലാസ്റ്റ് കോൺഫിഗ് അപ്ലൈ കൊടുക്കുക. പോയിന്റ് സെറ്റപ്പിൽ പോയിട്ട് ഏതാ? വിൻഡോ ക്ലോസറ്റ് 0 ആ ഒരു വ്യൂ പേര് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും അങ്ങനെ 3D ട്രാൻസിഷൻ ക്രോസ് ബ്ലെൻഡിങ് കൊടുത്തു.
അപ്പോൾ അത് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. വേറെ നിങ്ങൾ സേവ് ഒന്നും കൊടുക്കാനൊന്നും ഇല്ല. നമ്മൾ ഇവിടെ ഓരോ ഓപ്ഷൻ കൊടുക്കും തോറും അതിങ്ങനെ സേവ് ആയിക്കൊണ്ടിരുന്നോളൂ. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ബെഡിൻ്റെ വ്യൂ ഉണ്ട് തൽക്കാലം. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇതുള്ള കാരണം അത് കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈ വ്യൂവിൽ പോയിട്ട് അവിടെ നിന്ന് ഇപ്പുറത്തെ വ്യൂയിലേക്ക് പോകാമെന്നുള്ളൂ. ഓക്കെ, പിന്നെ വാക്കിംഗ് ക്ലോസറ്റിൽ പോകുമ്പോൾ ഇവിടെ ഒരു വ്യൂ ഉണ്ട്. സെക്കൻഡ് വ്യൂ ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ, അവിടെ ബെഡ് വ്യൂ, വിൻഡോ വ്യൂ, അങ്ങനെ 3-4 ഒന്ന് ആഡ് ചെയ്യാണ്ട്. എന്താ വേഗം ആഡ് ചെയ്യുക, സമയം കളയുന്നില്ല. ജസ്റ്റ് ബെഡ് വ്യൂ സെലക്ട് ചെയ്യുന്നു. ലാസ്റ്റ് കോൺഫിഗ് അപ്ലൈ എന്ത് ചെയ്യുക, അതിന് ബെഡ് വ്യൂ കൊടുത്തു. ഓക്കെ, എല്ലാം ഞാനിവിടെ ടിക്ക് ഇട്ടു. ക്രോസ് ബ്ലെൻഡിങ്. അടുത്തത് രണ്ടാമത്തെ ഞാൻ നേരെ കൊണ്ടുപോയി എന്ത് ചെയ്യുക, വിൻഡോ വ്യൂവിൻ്റെ അവിടെ ആഡ് ചെയ്തു. ക്ലിക്ക് ചെയ്യുന്നു. ലാസ്റ്റ് കോൺഫിഗ് അപ്ലൈ ചെയ്യുന്നു. നേരെ വിൻഡോ വ്യൂ കൊടുക്കുന്നു. സെറ്റ് ടാർഗറ്റ് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾ വല്ല അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയാൽ മാത്രം അത് കൊടുത്താൽ മതി. സിംഗിൾ ക്രോസ് ബ്ലെൻഡിങ് കൊടുത്തു. അടുത്തത് ഇവിടെ എന്താ, ഇവിടുത്തെ ഒരു ഓപ്ഷനാണ്. ജസ്റ്റ് ഇവിടെ പോയിട്ട് സിറ്റിംഗ് ഏരിയയിൽ അവിടെ ഞാനൊരു ആഡ് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. ഇതന്നെ എല്ലാ വ്യൂവിലും നിങ്ങൾ പോയി നോക്കണം. അല്ലെങ്കിൽ നിങ്ങൾ അവസാനം പ്രിവ്യൂ അടിച്ചിട്ട് ഏതെങ്കിലും വ്യൂവിൽ പോയി അവിടെ പോയി സ്റ്റക്കായി നിൽക്കും നിങ്ങൾ. അതുകൊണ്ടാണ് എല്ലാ വ്യൂവിലും പോയിട്ട് അവിടെ ഇതെല്ലാം ഉണ്ടല്ലോ എന്ന് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ വലിയൊരു ഏരിയ ഒക്കെ റെൻഡർ അടിച്ചാൽ, വലിയ ഓഫീസൊക്കെ റെൻഡർ ചെയ്ത് 10-20 റെൻഡറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടു. 10-20 റെൻഡർ നിങ്ങൾ മൊത്തം നോക്കി സെറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് ഇതിൽ വരുന്ന കുറച്ച് പണി എടുക്കണ പരിപാടി. വാക്കിംഗ് ക്ലോസിൻ്റെ രണ്ടാമത്തെ വ്യൂ സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇതിനിടയ്ക്ക് അങ്ങനെ ഓരോ പണി കിട്ടാറുണ്ട്. ഓക്കെ, ഈ അടുത്ത വ്യൂ ഏതാ, വാക്കിംഗ് ക്ലോസിൽ ലെഫ്റ്റിന് ഞാൻ വാക്കിംഗ് ക്ലോസിൽ പോകും. ഇവിടെ കുറച്ച് ആഡ് ചെയ്യണം. അപ്പം അങ്ങനെ കുറച്ച് പണിയെടുത്തിട്ട് ഉള്ള കുറച്ച് വർക്കുകളുണ്ട്, ഞാൻ കാണിച്ചു തരാം അതിൽ അവസാനം. ലാസ്റ്റ് കോൺഫിഗ് അപ്ലൈ കൊടുക്കുന്നു. ഇവിടെ ഏതാ വരുന്നത്, വാക്കിംഗ് ക്ലോസിൻ്റെ വ്യൂവിൽ തന്നെ ട്രാൻസിഷൻ കൊടുക്കുന്നു. സിംഗിൾ ക്രോസ് ബ്ലെൻഡിങ് കൊടുക്കുന്നു. പിന്നെ ഇവിടുത്തെ വ്യൂ, ബെഡിൻ്റെ വ്യൂക്ക് ഇവിടെ ഇടാനുള്ള ഒരു ഇതില്ല. എന്നാലും വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഗ്യാപ്പിൽ ഇവിടെ വേണമെങ്കിൽ ഇട്ട് വെക്കാന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ വ്യൂവിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് ആ വ്യൂവിലേക്ക് പോയാൽ മതി. കാരണം ആ വ്യൂവിൽ പോകുമ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, നമുക്ക് പ്രിവ്യൂവിൽ പോകുമ്പോൾ മനസ്സിലാവും. ഇവിടെ സെറ്റ് ചെയ്ത് ലാസ്റ്റ് കോൺഫിഗ് അപ്ലൈ. ഇവിടെ ഏതാ വരുന്നത്, ക്ലോസറ്റ് 0 അല്ലേ, 1, 2, 3. ഇവിടെ 3D ട്രാൻസിഷൻ, സിംഗിൾ ക്രോസ് ബ്ലെൻഡിങ്, എല്ലാ പരിപാടിയും കഴിയും. അപ്പോൾ ആ 5 വ്യൂവിൽ ഞാൻ ആ ഇത് മൊത്തം തീർത്തിട്ടാ. ഇനി നേരെ നമ്മുടെ ഇതിൽ പോയി നോക്കുക അല്ലേ. ഇതിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരെ ലിറ്റിൽ പ്ലാനറ്റ് വരും ആ വ്യൂ. ഇതാണ് ലിറ്റിൽ പ്ലാനറ്റ് വ്യൂ കേട്ടോ. അത് ഭയങ്കര സ്പീഡിൽ വരും. നമുക്കത് സംഭവം മാറ്റാമെന്നുള്ളൂ. അപ്പോൾ 2 സെക്കൻഡ് കൊണ്ടൊക്കെയാണ് അത് വരുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വ്യൂവിലും നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു വ്യൂവിൽ പോവുകയാണ്. വ്യൂവിൽ പോയി കഴിഞ്ഞാൽ നേരെ ക്ലോസറ്റിൻ്റെ ഉള്ളിൽ കയറി അല്ലേ. അപ്പോൾ അവിടെ നോക്കുമ്പോൾ എല്ലാം അവിടേക്കുള്ള സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ വ്യൂ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് നമുക്ക് ആ 360 ഡിഗ്രി റെൻഡർ നമുക്ക് ഇങ്ങനെ മൊത്തം കാണാം, എന്തൊക്കെയാണ് പരിപാടി എന്നുള്ളത്. നമ്മൾ ഈ കസ്റ്റമേഴ്സിന്, ക്ലയൻസിന് നമ്മളിങ്ങനെ റെൻഡർ ചെയ്ത് കൊടുക്കും. ഓരോ സിംഗിൾ വ്യൂസൊക്കെ റെൻഡർ ചെയ്ത് കൊടുക്കും. ക്ലയൻറ്റിന് അറിയില്ല ഇത് ഏത് വ്യൂന്ന് എടുത്തൊന്നും ക്ലയൻറ്റിന് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോ ഷോട്ടൊക്കെ എടുത്തിട്ട് അവസാനം ക്ലയൻറ്റിന് ആകെ എന്താ പോലെ ഇത് എന്തിട്ട് എവിടെ നിന്ന് ആർക്കറിയാമെന്നുള്ളൊരു സംഭവം അവസാനം നമ്മൾ വിശദീകരിച്ച് കൊടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ ആ ലിങ്ക് അയച്ചു കൊടുത്താൽ മതി. അവർ ക്ലിക്ക് ചെയ്ത് അവർക്ക് റൊട്ടേറ്റ് ചെയ്ത് അവർ കണ്ടോളും. അടുത്ത വ്യൂയിലേക്ക് നമ്മൾ പോയി അടാ. ഇവിടെ നിന്ന് വേണമെങ്കിൽ സിറ്റിംഗ് ഏരിയ വേണം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ സിറ്റിംഗ് ഏരിയയിലേക്ക് പോയി അടാ, പരിപാടി കഴിഞ്ഞു. നേരെ ഇവിടെ നേരെ വിൻഡോ വ്യൂവിൽ ക്ലിക്ക് ചെയ്താൽ വിൻഡോ വ്യൂവിൽ പോകും. അവിടെ നിന്ന് നമ്മൾ മൊത്തം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കാണും അല്ലേ. ഇത്രേ ഉള്ളൂ. ബെഡിൻ്റെ വ്യൂക്ക് പോയി. ഇത്രയുള്ള പരിപാടി. വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ്. ഏത് വ്യൂക്ക് എങ്ങനെ വേണമെങ്കിൽ പോകാം. ഓക്കെ, ഇത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും ടൂർ എഡിറ്ററിൽ പോയതിന് ശേഷം ഇനിയിപ്പോൾ ഇവിടെ ഇപ്പോൾ ടൂർ എഡിറ്ററിലാണ് നമുക്ക് എടുക്കേണ്ടായിരുന്നത്. ഓക്കെ, ഇതിൽ തന്നെ വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ എന്താ സംഭവം എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇത് പുതിയത് വന്നിട്ടുള്ള സംഭവം തോന്നുന്നു, ഞാൻ നോക്കിയില്ല കേട്ടോ. ഓക്കെ, അടുത്ത് ഡിസൈൻ ഹെഡിങ്ങിൽ പോയി കഴിഞ്ഞാൽ ഹോട്ട്സ്പോട്ട് ഇവിടെ ഞാൻ ഒന്നും ചെയ്യാറില്ല, ഞാൻ തൊടാറില്ല ഭാഗം. ഇതൊക്കെ പ്രീമിയം കേട്ടോ. പ്രീമിയം ഫ്ലോർ പ്ലാൻ കൊടുക്കാം, ഗൂഗിൾ മാപ്പ് കൊടുക്കാം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. ഞാൻ അതൊന്നും നോക്കാറൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുന്നു, പരിപാടി തീർക്കുന്നു. കണ്ടൻറ്റ് അതിൽ ഓപ്ഷൻസ് ഉണ്ട്. മോഡലിൽ പോയി കഴിഞ്ഞാൽ എന്താ സംഭവം എനിക്കറിയില്ല, അത് നോക്കിയിട്ടില്ല. മാർക്കറ്റിങ്. ഓക്കെ, ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവം എന്നുള്ളത്, ബെഡ്റൂം, അതിൻ്റെ ഹെഡിങ്, അതിൻ്റെ പേര്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ. സ്ക്രിപ്റ്റ് ചാറ്റ് ഇതൊന്നും വേണ്ട. അടുത്തത് നമ്മൾ എന്ത് ചെയ്യുക, സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോകുമ്പോൾ നമുക്കിവിടെ മൾട്ടി ലാംഗ്വേജ് വേണ്ട. മൾട്ടി ലാംഗ്വേജിൻ്റെ ആവശ്യമൊന്നുമില്ല.
കോൺഫിഗറേഷനിൽ പോകുമ്പോൾ നമുക്കിവിടെ മ്യൂസിക് ഞാൻ പറഞ്ഞല്ലോ, മ്യൂസിക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മ്യൂസിക്കൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇതിൻ്റെ ലൊക്കേഷൻ എവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക. ഇതിപ്പോൾ ഇത് വിയറ്റ്നാം അങ്ങനെ കാണിക്കുന്നത്, കാരണം ഈ വെബ്സൈറ്റ് വിയറ്റ്നാം സിറ്റി ഇന്ത്യയാണ്. അപ്പോൾ അവന്മാർ കണ്ടത് അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ എവിടെ വെച്ചാൽ ലൊക്കേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഓപ്ഷനൊക്കെ ഉണ്ട്. ഞാനതൊന്നും ചെയ്യാറൊന്നുമില്ല. മ്യൂസിക് ആഡ് ചെയ്യും, ഏതെങ്കിലും ഒരു മ്യൂസിക് എടുത്ത് ഇടുക. അതേപോലെ കോപ്പി റൈറ്റ്, തൊട്ട് താഴെ കോപ്പി റൈറ്റ് എന്നൊക്കെ ഓപ്ഷൻ കണ്ടോ, അവിടെ പെനോയിയുടെ വെബ്സൈറ്റ് കൊടുത്തിട്ടുള്ളത്. അത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് കൊടുക്കാം. അത് പ്രീമിയത്തിൽ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. ഇനി അഥവാ അത് വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓഫ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഓർഡർ നെയിം ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ ലെഫ്റ്റ് സൈഡിലൂടെ വരും. നമ്മുടെ ഒരു പ്രിവ്യൂവിൽ പോകുമ്പോഴേ കണ്ടോ, അവിടെ ലെഫ്റ്റ് സൈഡിൽ ക്രിയേറ്റഡ് വിത്ത് പെനോയിൻ ചെയ്യാനുണ്ട്. അതാണ് മറ്റേ ഈ പറഞ്ഞ കോപ്പി റൈറ്റിംഗ് സംഭവം. അത് വേണമെന്നുണ്ടെങ്കിൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്ത് വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വല്ല കൊടുക്കാണ്ടെങ്കിൽ കൊടുക്കുക. പിന്നെ തൊട്ട് താഴെ എഫക്റ്റിലി ഓട്ടോ റൊട്ടേറ്റ് ഉണ്ട്. അത് വെയിറ്റ് ടൈം 2 സെക്കൻഡിന് ശേഷം ഓട്ടോമാറ്റിക് റൊട്ടേറ്റ് ചെയ്യും. അതൊക്കെ നിങ്ങൾ ആ ഒരു വെബ്സൈറ്റിൽ കയറി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയാണത്. അതേപോലെ ഓട്ടോ ചേഞ്ച് സീൻ ഉണ്ട്. പിന്നെ ലിറ്റിൽ പ്ലാനറ്റ്, നമ്മളിപ്പോൾ ഇതിൽ വന്നിട്ട് നമ്മൾ ആ ഒരു ലിറ്റിൽ പ്ലാനറ്റിൽ നിന്ന് നമ്മുടെ വ്യൂവിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് നിലത്തേക്ക് വീഴണ പോലെ ലെഫ്റ്റ് കണ്ട, അത് 2 സെക്കൻഡ് കൊണ്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ 10 സെക്കൻഡ് കിട്ടോ, 10 സെക്കൻഡ് കൊണ്ട് ഈ സാധനം നന്നാ മതി. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് 10 സെക്കൻഡ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പ്രിവ്യൂവിൽ പോയിട്ട് റീഫ്രഷ് ചെയ്ത് നോക്കി നോക്കുക, വളരെ സ്ലോവിൽ വരും. 10 സെക്കൻഡ് കൊണ്ട് ആൾ നിലത്തത്തുള്ളൂ. കണ്ടാ നല്ല ഭംഗിയില്ലേ. എനിക്ക് ഈ വ്യൂ വരുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ സമയമൊക്കെ കൂട്ടിയിട്ട് കൊടുക്കും. ഇങ്ങനെ വന്നാൽ 10 സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 സെക്കൻഡ് എടുത്തുവെന്ന് അറിയില്ല, 5 സെക്കൻഡ് എടുത്തിട്ടുണ്ടാവുള്ളൂ. എന്തായാലും കുഴപ്പമില്ല, ആ ഒരു ഭംഗിയുണ്ടല്ലോ. പിന്നെ ഇവിടെ കൺട്രോൾ മോഡ്, ഡ്രാഗ്, ഫോളോ, മൂവ് ടു. ഡ്രാഗ് എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ ഈ ഒരു വ്യൂവിൽ പോയതിന് ശേഷം നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്താണ് ഡ്രാഗ് എന്ന് പറയുന്നത്. ഫോളോ മോഡ് എന്ന് പറയുമ്പോൾ അവിടെ ഫോളോ മോഡ് എവിടെ പോയി, ഫോളോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോളോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗസ് കൊണ്ടുപോകുമ്പോൾ ഓട്ടോമാറ്റിക് അങ്ങോട്ട് വരും തോന്നുന്നു. അപ്പോൾ നേരെ ലിറ്റിൽ പ്ലാനറ്റ് വ്യൂവിൽ നിന്ന് നേരെ താഴേക്ക് വരാൻ കേട്ടോ. ഓക്കെ, പിന്നെ വന്നതിന് ശേഷം ഫോളോ മോഡ് ഏതായിരുന്നു, അത് വർക്കാവില്ല. അത് എന്തിട്ടാണല്ലോ, അത് ഞാൻ നോക്കിയിട്ട് പിന്നെ എപ്പോഴെങ്കിലും പറഞ്ഞുതരാം. മൂവ് ടു, അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഫോളോ മോഡ് ഓഫ് ചെയ്തേക്കാൻ തോന്നുന്നു, അതുകൊണ്ട് വർക്കാവത്തേന്ന് തോന്നുന്നു. ഫോളോ ഇനി ചിലപ്പോൾ റെഡി ആവും. ഓക്കെ, ഇപ്പോൾ ഫോളോ മോഡ് വർക്കാവുന്നുണ്ട്. അപ്പോൾ ഞാൻ മൗസ് ലെഫ്റ്റിലോട്ട് കൊണ്ടുകഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് നേരെ എന്താവും, മേലേക്ക് ഇങ്ങനെ കാണിച്ചാൽ മേലേക്ക് ആവും, താഴേക്ക് കാണിച്ചാൽ താഴേക്ക് ആവും, റൈറ്റിലോട്ട് കാണിച്ചു കഴിഞ്ഞാൽ റൈറ്റിലേക്ക് ആവും, ലെഫ്റ്റിലേക്ക് കാണിച്ചാൽ ലെഫ്റ്റിലേക്ക്. അതാണ് ഫോളോ മോഡ്. അത് വലിയ സുഖമൊന്നുമില്ല, അത് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ടാൽ മതി. ഡ്രാഗനെ കിടന്നാൽ മതി, നമ്മൾ മൗസ് കൊണ്ട് നീക്കി കാണുന്നത്. പിന്നെ തൊട്ട് താഴെ ലോഗോ സെറ്റപ്പ് നേരെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ലോഗോ കൊടുക്കട്ടെ. ലോഗോ ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കോർണറിൽ ലെഫ്റ്റ് സൈഡിൽ കോർണറോ റൈറ്റോ മിഡിലോ എവിടെ ഉണ്ടെന്ന് വെക്കാം. ഓക്കെ, ടോപ്പ് സെൻറ്റർ റൈറ്റ് ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ ലോഗോ തൽക്കാലം ആഡ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്കുണ്ടെങ്കിൽ ആഡ് ചെയ്തോ. പോപ്പ് ഇൻട്രോ സെറ്റപ്പ് അതൊന്നും വേണ്ട. കൊളാബറേഷൻ ഞാൻ ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അതിനുശേഷം നേരെ എന്ത് ചെയ്യുക, ഇവിടെ പബ്ലിഷിൽ പോവുക. പബ്ലിഷിൽ പോയതിന് ശേഷം എക്സ്പോർട്ട്. ഓക്കെ, ഇവിടെ അല്ല പബ്ലിഷിൽ പോകുന്നത്. നേരെ എന്ത് ചെയ്യുക, റൈറ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിൽ പബ്ലിഷ് എന്നൊരു ഓപ്ഷൻ കണ്ട, സെറ്റ് ടു പബ്ലിക്. ജസ്റ്റ് ഒന്ന് പബ്ലിക് അടിക്കുക, സംഭവം പബ്ലിക്കോ. എല്ലാവർക്കും നിങ്ങളുടെ വർക്ക് കാണാം എന്ന് വെച്ച് വെറുതെ കയറി കാണാനൊന്നും പറ്റില്ല കേട്ടോ. ഈ സംഭവം നിങ്ങൾ നിങ്ങളുടെ ഈ ലിങ്ക് അയച്ചു കൊടുത്താൽ മാത്രമേ അത് കാണുള്ളൂ. ഓക്കെ, ഇവിടെ ഷെയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഷെയർ അടിക്കുമ്പോൾ നിങ്ങളുടെ ലിങ്ക് ഇവിടെ വരും, ഷെയർ ചെയ്യാനുള്ള ലിങ്ക് കണ്ട. അപ്പം ഈ ലിങ്ക് നമ്മൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്ക് വാട്സപ്പാ ഇമെയിലാ എങ്ങനെ അയച്ചു കൊടുത്തു അത് അയച്ചു കൊടുത്ത് ജസ്റ്റ് അവർ ആ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ നേരെ പോണത് എന്താ പറഞ്ഞിട്ടില്ല, ഒന്നും കൂടി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയൊക്കെ ഒന്നുകൂടി പോയിട്ട്. ഓക്കെ, അപ്പോൾ ശരി, ഇതാണ് നമ്മുടെ വ്യൂ കേട്ടോ. നമുക്ക് ഇത് ഫുൾ സ്ക്രീനിൽ കാണണമെങ്കിൽ താഴെ ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുൾ സ്ക്രീൻ ആവും. പിന്നെ ഈ താഴെയുള്ള കുറച്ച് ഇമേജസിൻ്റെ ഇതുണ്ടല്ലോ, അതിവിടെ ആരൊക്കെ അടിച്ച് കഴിഞ്ഞാൽ താഴേക്ക് നിൽക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. മീൻസ്
ചെറിയൊരു ട്യൂട്ടോറിയൽ ഞാൻ പറഞ്ഞത്. കുറച്ച് ലെങ്ത് ആയിട്ടാണ്, ഞാൻ ഒരു 10 മിനിറ്റ് കൊണ്ട് തീർക്കാമെന്ന് വിചാരിച്ചത്. സംഭവം 10-34 മിനിറ്റ് ആയി. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഈ ഓരോ വ്യൂവിൽ പോയിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓരോ വ്യൂവിലേക്ക് പോയിട്ട് ആ ഏരിയ കാണാം. 360 മൊത്തം ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ പ്രോജക്റ്റൊക്കെ പടയ്ക്കേണ്ടത്. ഓക്കെ, സെറ്റല്ല. ഇനി ഇവിടെ ഓപ്ഷൻസ് വേറെ ഉണ്ട് കേട്ടോ. VR എന്നിട്ടുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഞാൻ നോക്കിയിട്ടില്ല, എംബ്രല് VR ഒന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. പിന്നെ എന്നിട്ട് ഓക്കെ, ഇവിടെ ഓപ്ഷൻസ് ലിറ്റിൽ പ്ലാനറ്റ് ആയിട്ട് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ലിറ്റിൽ പ്ലാനറ്റ് പോലെ കണ്ട. അതാണ് ലിറ്റിൽ പ്ലാനറ്റ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഇങ്ങനെ റൗണ്ട് പോലെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതിവിടെ ഇങ്ങനെ ഓപ്ഷൻസ് നമുക്ക് മാറ്റാൻ പറ്റും. നോർമലായിട്ട് കാണണമെങ്കിൽ നോർമലി, മിറർ ബോളായിട്ട് കാണണമെങ്കിൽ ഒരു ബോൾ പോലെ കാണാം. ഓക്കെ, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അത് നമ്മൾ ലിങ്ക് കൊടുക്കുമ്പോൾ അവർക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, കുറച്ച് മടിയായിട്ടിരിക്കുന്ന വീഡിയോസൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചു എന്തെങ്കിലുമൊക്കെ ചെയ്യണേ എന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു വീഡിയോ ചെയ്താണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം കേട്ടോ. താങ്ക് യു.